ഹായ് വെൽക്കം ടു എ വെരി ഫ്രഷ് എപ്പിസോഡ് ഓഫ് AAK ഹൈപ്പർ മാർക്കറ്റ് സ്പെഷ്യൽ. ഇന്നത്തെ വിശേഷം എവിടെ, ഇന്ന് ആരുടെ വായിൽ നിന്നാണ് ഈ ഒരു AAKയുടെ വിശേഷങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്നതെന്നൊക്കെ ആയിരിക്കും അല്ലേ. വെയിറ്റ്, അതിനായിട്ട് കുറച്ച് പേരിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ കുറേ വിശേഷങ്ങളും പർച്ചേസിങ്ങിൻ്റെ കാഴ്ചകളും ഒക്കെ സമ്മാനിക്കാനായിട്ട്. അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്കൊന്ന് പോവാം. ബാ. അപ്പോൾ AAK ഹൈപ്പർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി വിശേഷങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു തരാം. അപ്പോൾ ഇതാ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്. തിരൂക്കാരൻ. തിരൂർക്കാർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ കുറേ കാലം കൊണ്ട് ഇവിടെ തന്നെയാണോ തുടങ്ങിയ മുതൽ ഞങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ പരിചയപ്പെടാൻ മറന്നുപോയി. അപ്പോൾ എന്താണ് പേര്? ഇക്കാട് പേര് പറയും. ഓക്കെ. എൻ്റെ പേര് നെഹ്റുനിഷ. ഓക്കെ. മോൻ്റെ പേരെന്താ? ഓക്കെ. മോൻ്റെ ആളിത്തിരി കലിപ്പിലാണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ എന്താ വിചാരിച്ചെന്തോ സ്വീറ്റ്സ് ആൾക്ക് മേടിച്ച് കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. ആളിത്തിരി കലിപ്പിലാണ്, എന്താണെന്ന് അറിയില്ല. ഫൈൻ. അപ്പോൾ ഇത് തുടങ്ങിയ കാലം തൊട്ടേ നിങ്ങൾ ഇവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ നിങ്ങളുടെ ഒരു റിവ്യൂ പറ. എന്താണ് ഇവിടെ വന്നിട്ടുള്ള ഒരു അനുഭവം എന്താണ്? ഞങ്ങൾക്ക് എല്ലാ സാധനവും പെട്ടെന്ന് ഒറ്റയടിക്ക് വാങ്ങാൻ ഇവിടെ ആകെയുള്ളത് ഈ ഒരു സംഭവം തന്നെയാണ്. ഏറ്റവും മാളിലുള്ള ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെ ഉള്ളൂ. പെട്ടെന്നൊക്കെ എല്ലാ സാധനങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വരുന്നത്. എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ തന്നെയാണ് അധികം വാങ്ങൽ. മാസത്തിൽ 1-2 തവണ ഞങ്ങൾ എന്തായാലും വരും പർച്ചേസിങ്ങിന്. എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ അധികം വാങ്ങലുണ്ട്. പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും. പിന്നെ ഒരു കുടക്കീലെല്ലാം കൂടി കിട്ടുമ്പോൾ പിന്നെ ഇങ്ങനെ എല്ലാ കടയിലും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അതാണ് ഒന്നാമത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈസിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ക്വാളിറ്റി അതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് എനിക്ക് പറയാൻ? കുഴപ്പമൊന്നുമില്ല, നല്ല പ്രൈസിലൊന്നും നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ പ്രൈസ് മാറ്റങ്ങളൊന്നുമില്ല. നല്ല ലാഭകരമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിയും. ഇപ്പോൾ മറ്റ് കടകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നു കുറച്ചും കൂടെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുതൽ, അല്ലെങ്കിൽ ക്വാളിറ്റി വളരെ കുറവ്, നമ്മൾ കൊടുക്കുന്ന പ്രൈസിനുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററാണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. ഇതുവരെ ഞങ്ങൾ വാങ്ങിയത് ഞങ്ങൾ പുറത്തുനിന്ന് പല കടകളിൽ നിന്നും കൂടിയല്ല വാങ്ങൽ. ഇതേമാതിരി എല്ലാം കൂടി ഒരു കടയിൽ നിന്ന് വാങ്ങലില്ല. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലെല്ലതും ഇവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് പ്രൈസൊന്നും ഇതുവരെ കൊണ്ടുപോയ സാധനങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ ഇവർ ഇത് തുടങ്ങിയ കാലം തൊട്ടേ ഇവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ഫ്ലക്ച്വേഷൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ട വേറൊരു സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം അങ്ങനെ ഒരു തോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല രണ്ടുപേർക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രൈസിങ്, ഇവിടുത്തെ ഒരു ഫെസിലിറ്റീസ് എല്ലാം ഈ ഇത്ത പറഞ്ഞതുപോലെ ഒരു കുടക്കീഴിൽ നിന്നും ഇത്താക്ക് വേണ്ടതല്ലെങ്കിൽ ഇക്കാക്ക് വേണ്ടതല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടതെല്ലാം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അതും നമ്മുടെ തിരൂർ നഗരത്തിൽ ഇവർ ഈ തിരൂർക്കാർ തന്നെയാണ്. അപ്പോൾ എത്രയും ബെറ്ററായിട്ട് ബാക്കിയുള്ളതിൽ നിന്നെല്ലാം കടകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഒരു AAK മാളും AAK ഹൈപ്പർ മാർക്കറ്റും എല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇവർ എപ്പോഴും ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ഇടവരുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഫൈൻ. അപ്പോൾ ഈ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണോ? ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെ വന്നതാണ്. ഓക്കെ. നമ്മൾ അപ്പോഴേ കേട്ടു വീക്കിലി വൺസ് എങ്കിലും ഇവിടെ വരണം എന്നുള്ളത്. ഇത്താനെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ 1-2 തവണയെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്താക്ക് സമാധാനം കിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഇവർ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അധിക നേരം ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഒരു ക്വാളിറ്റി ടൈം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു.